ഇബ്രാഹിം നബിയും ഹാജറും ഒരു മകനെ വളർത്തിയിട്ടുണ്ട് അല്ലേ, ഇസ്മായിൽ. ആ ഇസ്മായിലിന്റെ കൈപിടിച്ച് നടന്നാണ് ഇബ്രാഹിം നബി പറഞ്ഞത്, മോനെ അള്ളാഹുവിന്റെ ഒരു കൽപ്പന ഉണ്ടായിട്ടുണ്ട്. എന്താണ് ആ കൽപ്പന? ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക. മോനെ, എനിക്ക് അള്ളാഹുവിന്റെ ഒരു വഹയി കിട്ടിയിട്ടുണ്ട് സ്വപ്നത്തിലൂടെ. എന്താണ്? നിന്നെ അറുക്കണം, എന്നെ അറുക്കണം. അള്ളാന്റെ കൽപ്പനയാണ് ഈ ബാപ്പയോട് അല്ലേ. എന്താ മോൻ പറഞ്ഞു? ബാപ്പ ഇഫ്അൽ മാ തുഅ്മറു ബി. ബാപ്പ എന്തിനാണ് എന്നോട് ചോദിക്കണേ? അല്ല എന്താ പറഞ്ഞേ അത് ബാപ്പ ചെയ്യണ്ടേ? അത് ചെയ്യണം. സതജിദുനി ഇൻഷാ അല്ലാഹ് മിനസ് സ്വാബിരീൻ. എന്റെ ബാപ്പയോട് അള്ളാഹു കൽപ്പിച്ച ഒരു കൽപ്പന നിർവഹിക്കാൻ എന്റെ ബാപ്പയുടെ കയ്യിലെ കത്തി എന്റെ കഴുത്തിൽ അമരുമ്പോൾ ക്ഷമയോടുകൂടി കിടന്നു തരുന്ന ഒരു മകനായി എന്നെ എന്റെ ബാപ്പക്ക് കാണാം. എന്താണ് നമ്മുടെയൊക്കെ മക്കളോട് ബാപ്പ എടാ ബാങ്ക് കൊടുത്തിക്കണ്, ഇജൊന്ന് പോയി നിസ്കരിച്ച് പോര് പറഞ്ഞാല് ഞാൻ പിന്നെ നിസ്കരിച്ചോളാം, എന്നാ പിന്നെ നിസ്കരിച്ചോളിട്ടോ. ബാപ്പ മാനം കട പാടില്ലല്ലോ അല്ലേ? അത്രേ ഉള്ളൂ ഈ മകൻ നോക്കണികള്. അതിന്റെ തൊട്ട് മുമ്പാണ് ബാപ്പ ഭാര്യയെയും മകനെയും മക്കയിലാക്കി തിരിച്ചുപോയി. ആ മരുഭൂമിയുടെ ഊഷരതയില് ജീവൻ പണയപ്പെടുത്തി ശ്വാസം കിട്ടാതെ തന്റെ മകനെ നോക്കി 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 വളർത്തിക്കൊണ്ടുവന്ന ഹാജറിനോട് ഇബ്രാഹിം നബി പോയി പറയാ, ഹാജർ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം കൂടി ഉണ്ട് എനിക്ക്. എന്താണ്? നമ്മുടെ മോനെ അറുക്കണം. അത് പറയണ ആ അവസരമാണ് നോക്കണേ അല്ലേ. ഹാജർ കുളിപ്പിച്ച് മകനെ നല്ല താൻ തന്റെ കൈകൊണ്ട് തുന്നിയുണ്ടാക്കിയ ഏറ്റവും പുതിയ കുപ്പായം തന്റെ മകൻ ഇട്ടുകൊടുത്തിട്ടേ ആ മകനെ ഭർത്താവിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്ന ഹാജർ. ആ ഹാജർ അനുഭവിക്കുന്ന ത്യാഗത്തിന്റെ ആഴണ്ടല്ലോ, അതൊന്നും അളക്കാൻ ഒരളവ് പോലും നമ്മുടെ മുമ്പിലില്ല. അതാണ് ഹാജറിനെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച്. ഹാജർ രാജകുമാരി ഒന്നല്ല, ഒരടിമ പെണ്ണ. ചുരുണ്ട മുടിയും പതിഞ്ഞ മൂക്കും കറുത്ത നിറവുമുള്ള ഉയർച്ച കുറവുള്ള ആഫ്രിക്കയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് അറേബ്യയിലെ ചന്തകളിൽ വിറ്റ് വിലക്ക് വാങ്ങിയ കാപ്പിരി നീഗ്രോ അടിമയാണ്. പക്ഷേ ഹാജറിന്റെ പേര് ലോകത്തിന്റെ നെറുകയില, മറക്കൂല. എന്താ ഈ ത്യാഗാണ്. ഭർത്താവിന്റെ കയ്യിലേക്ക് മകന്റെ കൈ വെച്ചു കൊടുക്കുമ്പോ ഹാജറിന്റെ കണ്ണിൽ നിന്ന് കണ്ണീരുണ്ട്. എന്തേ? തന്റെ ഭർത്താവിനോട് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, നിറവേറ്റണം. അതിന് ഞാനും കൂടെ നിന്ന് കൊടുക്കണം അല്ലേ. അറുക്കാൻ മകനെ ഒരുക്കുമ്പോ മകന്റെ 3 നിർദ്ദേശങ്ങളുണ്ട്. നമുക്കത് ഹദീസുകളിൽ വായിക്കാൻ പറ്റും. മകൻ പറഞ്ഞ 1, പാപ്പ എന്നെ അറുക്കുമ്പോഴേ എന്നെ കയ്യും കാലൊക്കെ ഒരു ചെറിയ വള്ളിയോ കയറോ ഒക്കെ എടുത്ത് ശരിക്കും കെട്ടിക്കോളിട്ടോ. എന്തിനാത്? ഒന്നുമില്ല, ഞാൻ എങ്ങനെ ക്ഷമയോടുകൂടി കടിച്ചു പിടിച്ച് കിടന്നാലും ബാപ്പ കഴുത്തിൽ കത്തിയമരുമ്പോഴേ ഒരുപക്ഷെ ഞാൻ കൊതറും, ഞാൻ ചാടിയണീക്കും, ബാപ്പയുടെ കൈ പിടിക്കും. എന്നെ പുരിച്ചു വെച്ചറുക്കാൻ ബാപ്പ വിറക്കുന്ന കൈ കൊണ്ട് നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾ ദുർബലനാവും. അതുകൊണ്ട് അനങ്ങാൻ പറ്റാത്ത വിധം എന്നെ പിടിച്ച് കെട്ടിക്കൊണ്ടിട്ടോ മകൻ. പിന്നെ പറഞ്ഞെന്താ അറിയോ? ബാപ്പ എന്നെ ഒന്ന് കമിഴ്ത്തി കിടത്തിക്കൊള്ളിട്ടോ. എന്താണ്? എങ്ങനെയൊക്കെ വാപ്പ നമ്മൾ ഒരുങ്ങിയാലും എന്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോ എന്റെ കണ്ണും നിങ്ങളുടെ കണ്ണും കൂട്ടിമുട്ടിയാൽ, വേദന കൊണ്ട് നിറഞ്ഞൊഴുകുന്ന എന്റെ കണ്ണുനീര് കണ്ടാൽ വാപ്പ നിങ്ങളുടെ കൈവറക്കും, കത്തി താഴെ വീഴും. അള്ളാന്റെ വിധി നടപ്പാക്കാൻ വാപ്പക്ക് കഴിയാതെ വരും. അതുകൊണ്ട് എന്റെ മുഖം വാപ്പ കാണണ്ട, എന്നെ കമിഴ്ത്തി കിടത്തി അറുത്താ മതി. 3ാമത് പറഞ്ഞത്, വാപ്പ എനിക്ക് വേണ്ടി ജീവിച്ച ഉമ്മയോട് യാത്ര പറഞ്ഞിട്ടില്ല. കാരണം എനിക്കറിയില്ലല്ലോ എന്തിനാ പോന്നത്. എന്റെ ഉമ്മയോട് യാത്ര പറയണം, എന്റെ സലാം പറയണം. ഈ കുപ്പായം ഉമ്മ ഒരുപാട് നാളുകൾ കൊണ്ട് എനിക്ക് വേണ്ടി തുന്നിയുണ്ടാക്കിയ കുപ്പായ ഉമ്മക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ കുപ്പായം എന്റെ ഉമ്മക്ക് തിരിച്ചു കൊടുക്കണം. ഇത് തിരിച്ചു കൊടുക്കുമ്പോ അതിന്റെ കൂടെ എന്റെ സലാം പറയണം. എന്റെ ചൂട് ഈ കുപ്പായത്തിനുണ്ടാവണം. പക്ഷേ ഈ കുപ്പായത്തിൽ ഒരു തുള്ളി ചോര പോലും വീഴരുത്. എന്റെ ഒരു തുള്ളി ചോര എങ്ങാനും ഈ കുപ്പായത്തിൽ വീണാൽ അത് കാണാൻ, അത് സഹിക്കാൻ എന്റെ ഉമ്മക്ക് കഴിയാതെ വരും. അതുകൊണ്ട് എന്റെ കുപ്പായം അറുക്കും മുമ്പ് ഊരി വെക്കണം ദൂരെ.
എന്നിട്ട് നിങ്ങൾ തിരിച്ചു പോകുമ്പോ എന്നെ അറുത്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇന്നാ മോന്റെ കുപ്പായം എന്ന് പറഞ്ഞ് എന്റെ കുപ്പായം എന്റെ ഉമ്മയുടെ കയ്യിൽ കൊടുക്കാൻ, അതോടുകൂടി എന്റെ സലാം കൂടി എന്റെ ഉമ്മയോട് പറയണമെന്ന് പറയാൻ ഒരു മകൻ ഒരുങ്ങുന്നെങ്കിൽ കൂട്ടരെ, ആ കുടുംബത്തെക്കാൾ ധന്യമായ ഒരു കുടുംബത്തെ ഈ ലോകത്ത് നമുക്ക് പെറുക്കിയെടുക്കാൻ പറ്റുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അധിഷ്ഠിതമായ, അല്ലാഹു അല്ലാത്ത ഒരു ഇലാഹ് ഇല്ല എന്നും എന്റെ ജീവിതം ആ ഇലാഹിന് സമർപ്പിതമാണെന്നും ആ ഇലാഹിന്റെ കൽപ്പനക്കപ്പുറത്ത് എന്റെ ജീവിതത്തിന് ഒരു സുഖദുഃഖവും ആസ്വാദനവും ഇല്ല എന്നും ജീവിതം കൊണ്ട് പ്രഖ്യാപിച്ച ആ മഹാനായ പ്രവാചകന്റെ അനശ്വരമായ സ്മരണകൾ തുളുമ്പി നിൽക്കുന്ന ദുൽഹജ്ജ് മാസവും ഹജ്ജും പെരുന്നാളുമൊക്കെ കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും, നമ്മുടെ വിശ്വാസത്തിന് എപ്പോഴെങ്കിലും ഒരു നേരിയ ശക്തിക്ഷയമുണ്ട് എന്ന് ഓർമ്മ വരുമ്പോൾ മടങ്ങണം ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക്. ഓർമ്മയുണ്ടാവണം ഈ പ്രവാചകനെ, ആ പ്രവാചകന്റെ ജീവിതത്തിനെ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ, അവിടുന്ന് പഠിപ്പിച്ച ദീനിനെ. ജദ്ദിദൂ ഈമാനക്കും ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് വിശ്വാസത്തെ നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണം.